അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മളിട്ടത് ബാബു ഗൾഫിക്ക് പോണ വീഡിയോ ആണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് വോയിസ് ക്ലിയർ അല്ലെങ്കിലും ഇനിയിപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് കുറേ ദിവസമാവും ചെയ്യൂലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വോയിസ് ക്ലിയർ അല്ലെങ്കിലും ആ വീഡിയോ ഇട്ടത്. വോയിസ് ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടൂല എന്നാട്ടോ തോന്നുന്നത്. ഇപ്പോഴും വോയിസ് ക്ലിയർ അല്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ നനച്ചുള്ളിപ്പണി ഒന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി കേട്ടോ. കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. നമ്മൾ ബെഡ്റൂമിലുള്ള കർട്ടനൊന്നും അഴിച്ച് അലക്കിയിട്ടൊന്നും ഇല്ലേനും. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തന്നെ അഴിച്ച് അലക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു റൂമത്തത് ആദ്യം അലക്കി പിന്നെ അലിലൊക്കെ തോരയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തന്നെ ഇവിടെ അലക്കി വെച്ചിട്ടുണ്ട്, അത് തോരയിടാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു അയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമ്മ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ തോരയിടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ അലക്കൽ നമ്മളെ അകത്തൊരു ബാത്റൂമുണ്ട്. പിന്നെ നമ്മളെ റൂമിലുള്ള ബാത്റൂം ഉണ്ടല്ലോ, ആ ബാത്റൂമിൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒതുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ കർട്ടൺ അതേപോലെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റും ഒക്കെ അലക്കൽ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലൊന്നും അങ്ങനെ അധികം ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പൊടിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് സോപ്പും പൊടിയിലിട്ടിട്ടൊന്ന് പിന്നെ കുത്തിപ്പിഴിഞ്ഞെടുത്ത് നല്ലോണം നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ തന്നെ വൃത്തിയായി കിട്ടും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ബ്രെഡ് പൊരിച്ചൊക്കെയാണ് രാവിലെ. പിന്നെ കാര്യമായിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് 10 മണിയാകുമ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലീനിങ്ങും നമ്മളെ പിന്നെ കുക്കിങ്ങും ഒക്കെ കൂടെ ഒന്നും നടക്കൂല. പിന്നെ ഇതൊക്കെ അലക്കിടാൻ തന്നെ ഒരുപാടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മക്കൾ പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അലക്കാൻ. അത് ഞാൻ സോപ്പും പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അലക്കണമെങ്കിൽ കല്ല് തന്നെ വേണ്ടി വരും. പിന്നെ അതാ നമ്മളെ അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ. അവൾ നല്ല എഴുതലാണ്. പിന്നെ എഴുതാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ. എന്നാലും ഓളെ ലോകത്ത് അങ്ങനെ ഓരോ കളിയിലാണ് കേട്ടോ. അങ്ങനെ എഴുതി ബുക്കും പേനയൊക്കെ കൊണ്ട് അങ്ങനെ എഴുതി വർത്തമാനം പറഞ്ഞ് അങ്ങനെ കളിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിന് കേട്ടോ. അമ്മ വന്ന് അപ്പം തന്നെ അതാ അമ്മ അലക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനേ കുറച്ച് തുണികൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പം അമ്മ അതൊക്കെ അലക്കിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചുകൊണ്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മളവിടെ ദിക്ർ വാർഷികമാണെന്ന് പള്ളിയിൽ. അപ്പോൾ അവിടുന്ന് ചോറ് കിട്ടും. അപ്പോൾ വെറുതെ ചോറുണ്ടാക്കി അത് വേസ്റ്റ് ചെയ്യിക്കാരും. പിന്നെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് 10 മണിയാകുമ്പോൾ വിശക്കും വിചാരിച്ചിട്ട് ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നമുക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാറ്ററിംഗ് വൈകുന്നേരമാണ്. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു ഫുഡ് കൊണ്ടുപോകാൻ വരിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയൊക്കെ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ബീഫ് നമ്മൾ രാവിലെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലത് കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ബാബു ഇവിടെ അല്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ ബാബു പറയുന്നതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞാൻ ബീഫ് എൻ്റെ പിന്നെ ആങ്ങളുണ്ട്, പിന്നെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോന്, ഓൻ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ അടുത്ത് പൈസയൊക്കെ കൊടുത്താണ്ട് ഓനെ കൊണ്ട് പിന്നെ ബീഫൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടേന്. അപ്പോൾ നല്ല ബീഫ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉമ്മ അവിടെ അലക്കണ കല്ലിൻ്റെ അവിടെ അലക്കണം. അവിടെ വെച്ചിട്ടാണ് ഞാൻ ബീഫൊക്കെ കഴുകി വെക്കൽ. അപ്പോൾ ഇനി ഉമ്മാനെ സ്വീപ്പാക്കാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ സിങ്കിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ബീഫ് കഴുകിയത്. സിങ്കിൽ ചെമ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാ പിന്നെ ബീഫൊക്കെ കഴുകി വെച്ച് ഇനി സിങ്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഞാൻ സിങ്കിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പം ബീഫോ ചിക്കനോ ഒക്കെ ഇവിടെ പിന്നെ സിങ്കിലിട്ടിട്ട് കഴുകുകയാണെങ്കിലും പിന്നെ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു പച്ചച്ചൂരും പോവില്ല. പിന്നെ അതേപോലെ തന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സിങ്കിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. അപ്പോൾ സിങ്കൊക്കെ പെട്ടെന്ന് അടയാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ സിങ്കൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു. പിന്നെ അതാ നമുക്ക് വെള്ളിയാഴ്ച കൊണ്ടുവന്ന കുറച്ച് ബീഫ് ഉണ്ടായിന് ഇവിടെ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഞാൻ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ ഐസ് കുറേ വിട്ട് വന്നിട്ടുണ്ടേനും. പിന്നെ താഴെ ഭാഗത്ത് ഐസ് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഐസൊക്കെ വിട്ട് വരട്ടെ. പിന്നെ നമുക്കിവിടെ ഈ ഒരു ബീഫ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ബീഫ് വാങ്ങിക്കാതെ നിന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുന്ന ദിവസം ബീഫൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് കുറച്ച് കൊണ്ടുവരലുണ്ട്. അപ്പോൾ ഇന്ന് ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ കഞ്ഞിക്ക് അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെന്താ ആ ഒരു അടുപ്പിൽ നമുക്ക് ഈ ഒരു ബീഫ് വേവിക്കാൻ വെക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു ഉരുളിക്ക് പിന്നെ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ അടുപ്പത്ത് കൊണ്ടുപോയി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. ആ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് ബീഫ് വെന്ത് വരും ചെയ്യും. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ ഉരുളിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ പെട്ടെന്നുണ്ട് നമുക്ക് പിന്നെ ദം ചെയ്തെടുക്കാനൊക്കെ. അരി തിളപ്പിച്ച് ഊറ്റിയാൽ മതി. അതേപോലെ മസാല റെഡിയാക്കാനൊന്നും വേറെ പിന്നെ ഒരുപാട് പണികളൊന്നുമില്ല. ഈ ബീഫ് വെന്ത് വരാനുള്ളൂ കേട്ടോ പണി. അപ്പോൾ അത് രാവിലെ ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഹെൽപ്പർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സവാള അരിയാനൊന്നും പിന്നെ ആളില്ല, ഞാൻ തന്നെ അരിയേണ്ടി വരും. ഇല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ പാവക്കാക്ക് തന്നെ അരിഞ്ഞ് തരും കേട്ടോ. സവാള അരിയുക, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞു തരാനും ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടേ. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളില്ല, ഞായറാഴ്ചയാണ്, മക്കളുണ്ട്, അതേപോലെ തന്നെ അമ്മയും വന്നിട്ടുണ്ട്. അതും വലിയൊരു സമാധാനമായിട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് കുറച്ച് ചോറ് ഞാൻ അതിന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ കൂടെ കഞ്ഞിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, വൈകുന്നേരത്തിന് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ കഞ്ഞി ഞാനൊരു പാത്രത്തേക്കൊക്കെ വിളമ്പിയിട്ട് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കണമുണ്ട് ഇപ്പം തന്നെ കേട്ടോ, ചൂടോട് കൂടിയിട്ട് തന്നെ. കഞ്ഞിക്ക് പിന്നെ ഇവിടെ അങ്ങനെ ഉപ്പേരിയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലും അച്ചാറൊക്കെ മതി. അപ്പോൾ നമുക്ക് നാരങ്ങച്ചാറും മാങ്ങച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ ഈ ഒരു കഞ്ഞി വെച്ച കാലം അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറിനുള്ള ബീഫ് കറിയാണ് ഇട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിതാ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ആ ഒരു ഓട്ടപാത്രത്തിൽ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളി അരിഞ്ഞതും പിന്നെ പച്ചമുളക് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ കൂടെ കുക്കറിലിട്ടിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ റിച്ചുമോ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇപ്പം ദിക്കറുണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ, ഓൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഓൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ബീഫൊക്കെ വേവണം. അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ തന്നെ വെച്ചേക്കാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അപ്പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയിലൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോഴത്തേന് ഇനിയിപ്പോൾ ഓൻ വരുമ്പോഴത്തേന് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ നോക്കുകയാണ്. പിന്നെ ഈ ഒരു മസാല ബോക്സ് നല്ല ഉപകാരമായിട്ടോ. ഞാൻ എല്ലാ മസാലപ്പൊടികളും ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഒന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഈ ഒരു ബോക്സ് മാത്രമാണ് കൊണ്ടുപോയാൽ മതി, ഒക്കെ ആയി തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതാ ബീഫൊക്കെ ഞാൻ കുക്കറിലിട്ട് ഇവിടെ ഗ്യാസുമ്മൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച ബീഫ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അത് ഉരുളിയിലായതുകൊണ്ടേ പിന്നെ തീ ശരിക്കും കത്തിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, തീ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് പിന്നെ ഉരുളി വെച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ മേലെയാണ് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക, പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളിവിടെ താഴെയല്ലേ, അപ്പോൾ ഇവിടെ തന്നെ ബീഫ് വേവിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു അടുപ്പിൽ തന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട്, നമ്മൾ ബീഫൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പിന്നെ ഇത് 6 കിലോ ബീഫാണ് കേട്ടോ. 6 കിലോ ബീഫും 6 കിലോ അരിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. 35 ആൾക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഇവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം പിന്നെ ഇതിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കാം. അരിയണില്ല കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞ് വെക്കണുള്ളൂ. അരിയിലൊക്കെ വൈകുന്നേരം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഉമ്മ ഇവിടെ തൊലി കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബീഫൊക്കെ ഇളക്കാനൊക്കെ ഇപ്പോൾ പോയത്. പിന്നെ മക്കൾ വീട്ടിലുണ്ടായതുകൊണ്ട് മഞ്ചുമുളകൊക്കെ അടിച്ചു വാരി ചിഞ്ചുമുളകൊക്കെ തുടച്ച് അങ്ങനെ ആ ഒരു പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വെറുതെ നിൽക്കല്ലേ, അപ്പോൾ വേഗം ഈ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ചുമോൻ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടേനും. അപ്പോൾ ഓന് നല്ല വിശപ്പാണെന്ന് പറഞ്ഞ് ഓനത് ആ ചോറൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ചോറൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഓനക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുള്ളൂ, ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. ഓനിപ്പോൾ വിശന്ന് വന്നതാണ്, അപ്പോൾ ഓനിക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് വിളമ്പി കൊടുത്ത്. ചോറ് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്, നല്ല ചോറാണ് കേട്ടോ, ബിരിയാണിയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ബീഫാണ് കേട്ടോ, നല്ലോണം വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ചോറാണ്. അങ്ങനെ ഓനക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ നമ്മൾ സവാളയൊക്കെ തൊലി കളയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ.
സവാള തൊലിയൊക്കെ കളഞ്ഞാണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാലേ പിന്നെ നമ്മളിത് അരിയുന്ന സമയത്ത് കരച്ചിൽ വരില്ല. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളെ ഉച്ചൻ്റെ വിശ്രമം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരം 3:30 ആയപ്പോഴാണ് കേട്ടോ പിന്നെ കിച്ചണിൽ വന്നത്. അങ്ങനെ ഞാൻ സവാള അരിയാണ്. സവാള ഇതാ ഈ ഒരു സാധനത്തുമ്പോഴാണ് കേട്ടോ അരിയണത്. ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. ബാബുവിനോട് എപ്പോഴും പറയുന്നതാണ് കൈ നല്ലോണം ശ്രദ്ധിച്ചോളണ്ടി അതിന്മേൽ അരിയുമ്പോഴെന്ന് പറയുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് സ്പീഡ് കൂടിപ്പോയി. ലാസ്റ്റ് അങ്ങനെ എൻ്റെ കൈ നല്ലോണം ഒന്ന് മുറിഞ്ഞ് കുറേ നേരം കുറച്ച് ബ്ലഡൊക്കെ പോയി കുറേ നേരം അങ്ങനെ വെറുതെ വേസ്റ്റായിപ്പോയി. എന്താണെന്നറിയില്ല, ബ്ലഡ് കുറേ പോയിട്ടോ, ബ്ലഡ് നിൽക്കണില്ല ഇനി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. പിന്നെ കൈയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുക്കിങ്ങിനൊക്കെ ഇറങ്ങിയത്. സവാള ഞാൻ കത്തിയോണ്ട് അരിയാൻ നിന്നാൽ കഴിഞ്ഞ് കിട്ടൂല, കുറേ സമയം വേണം. അപ്പോൾ ആ ഒരു ഇതുമ്മലായാൽ പെട്ടെന്ന് തീരും. അപ്പം എളുപ്പപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയി. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തുണിയൊക്കെ വെച്ച് കൈയൊക്കെ കെട്ടി ഇതാ നമ്മൾ മേലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് പോന്നിട്ടുണ്ട്. ഇനി ഇവിടെയാണ് കേട്ടോ നമ്മളെ കുക്കിങ്. അപ്പോൾ എൻ്റെ കയ്യിൽ 5 വെക്കണം. അങ്ങനെ 10 കിലോൻ്റെ ചെമ്പാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. 5 കിലോന് അരിയും 5 കിലോ പിന്നെ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലൊക്കെ വെക്കണം, അങ്ങനത്തെ ചെമ്പുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പ് ഇപ്പോൾ വാടകയ്ക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ 6 12 കിലോനുണ്ടാവില്ലേ മൊത്തം, അപ്പോൾ അതിൽ കൊള്ളൂല. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്കാൻ ഡാൽഡയാണ് ഇട്ട് കൊടുത്തത്. 100ൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിന്, അത് മുഴുവനെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സവാളയും തക്കാളിയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടൊന്ന് ഇട്ടത്. കട്ടിയുള്ള ചെമ്പായതുകൊണ്ട് പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ബീഫ് വെന്തിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ഇനിയില്ലേ, ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതല്ലേ. പിന്നെ നമ്മൾ ബീഫൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ മസാലയ്ക്ക് ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പൊക്കെ ഇടാൻ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഏറിപ്പോയാൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും. നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡല്ലേ, അപ്പോൾ നല്ലോണം ശ്രദ്ധ വേണം നമുക്ക്. ഇപ്പം നമ്മൾ സവാളയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു 6 കിലോ ബിരിയാണിയല്ലേ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. 3 കിലോ സവാളയാണ് കേട്ടോ ഞാൻ അതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി 100, വെളുത്തുള്ളി 100, പച്ചമുളക് 200 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അത് മുഴുവൻ ഇട്ടിട്ടില്ല. ഒരു 100 പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ ആ ഒരു കുത്തൽ നല്ലോണം ഉണ്ടാവും കേട്ടോ ബിരിയാണീൻ്റെ മസാലക്ക്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി അതേപോലെ ഇറച്ചി മസാല അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല അതേപോലെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അത് മാത്രമാണ് കേട്ടോ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചതച്ചിട്ടുണ്ടേനും, അതുകൊണ്ട് പൊടി ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂണ് ബിരിയാണി മസാലയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ലെയറായിട്ട് കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ കുറേ മസാല ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തൽ വരും കേട്ടോ. അപ്പോൾ പാകത്തിന് ചേർത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ ടീസ്പൂണ് ആണ്, 4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നാരങ്ങ നീരാണ്. നാരങ്ങ 1 കിലോയ്ക്ക് 1 നാരങ്ങ എന്നുള്ള കണക്കിനാണ് ചേർക്കൽ. പക്ഷേ ഇതിപ്പോൾ 4 നാരങ്ങയുള്ളൂ കേട്ടോ, വലിയ നാരങ്ങയാണ്. അപ്പോൾ ഞാൻ 4 നാരങ്ങൻ്റെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 6 നാരങ്ങയൊക്കെ എടുത്തോളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോന് 1 നാരങ്ങ എന്നുള്ള കണക്കിനൊക്കെ എടുത്തോളുണ്ട്. പിന്നെ നമ്മളിത് കുറേ കുക്ക് ചെയ്താകുമ്പോൾ നമുക്ക് തന്നെ കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മളിപ്പോൾ കുറേ ആയില്ലേ ഇപ്പോൾ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ശരിക്കും കണക്ക് പറയാനറിയില്ല കേട്ടോ. നമ്മളൊരു കൈക്കണക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു കൈക്കണക്കിനാണ് ചിലപ്പോൾ എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഞാൻ ഒരു പാക്കറ്റിൽ കുറച്ചവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ഇനി പുളി കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നാരങ്ങ നീരും അതേപോലെ തൈരിൻ്റെ പുളിയും ഒക്കെ കൂടാകുമ്പോൾ ചിലപ്പോൾ പുളി കൂടിപ്പോവും. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കും ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ തൈരൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തു. ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബീഫിക്ക് നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതേക്ക് ബീഫ് ഇട്ടപ്പോൾ തന്നെ ഇളക്കണം കേട്ടോ. ഉമ്മാൻ്റെ കൈവേദനയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും അമ്മാനെ കൊണ്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യിപ്പിക്കണതല്ല കേട്ടോ. അമ്മ അങ്ങനെ ഓരോ ജോലി ചെയ്യണതാണ് കണ്ട് ഉമ്മാരാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യണ്ടെന്നൊക്കെ ഞാൻ പറയും. പിന്നെ കുറച്ച് ജോലികളൊക്കെ അമ്മമാർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്തോട്ടെ എന്ന് വിചാരിക്കണം. കാരണം
ഓലെക്കൊണ്ട് കഴിയണതാണെങ്കിൽ മാത്രം കേട്ടോ, വലിയ ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യിപ്പിക്കരുത്. ഒരിങ്ങനെ നിങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ ഒന്നും എടുക്കാൻ കഴിയാതെ ആവും ഓർക്ക്. അപ്പോൾ ഓർക്ക് ഓരോ ആരോഗ്യം പിന്നെ എന്താ പറയുക, നമ്മൾ ജീവിക്കണ കാലത്ത് ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ കൈയും കാലൊക്കെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും ഒക്കെ ചെയ്യണം. പിന്നെ ഈ ഉമ്മാനെയൊന്നും ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അമ്മ നിൽക്കില്ല. അമ്മക്ക് കഴിയുന്ന ജോലികളൊക്കെ അമ്മ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. ഭാരപ്പെട്ടതൊന്നും എടുക്കാൻ കഴിയില്ലെങ്കിലും കുറേശ്ശെ വയ്ക്കുന്ന ജോലികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷുഗർ നോർമലാണ്. അതേപോലെ പിന്നെ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിന്. ഇപ്പോൾ ഒക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കൈവേദനയൊക്കെ നല്ലോണം മാറിയിരിക്കണം ഇപ്പോൾ. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനും ചിഞ്ചുമ്പോളും കൂടിയിട്ട് നമ്മളെ ചെമ്പൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു അടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ അരി തിളപ്പിച്ചിട്ടല്ല വെള്ളം വെക്കുന്നത്. പിന്നെ ചില കൂട്ടുകാരൊക്കെ പറയും അരി വറ്റിച്ചിട്ട് നെയ്ച്ചോറ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ വറ്റിച്ച് വെക്കല്ലേ നല്ലതെന്ന് പറയും. പക്ഷെ അതിലേറെ എത്രയോ നല്ലതാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ച് ഊറ്റി വെക്കുമ്പോൾ. എനിക്ക് ഇങ്ങനെയാണ് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഈ ഒരു ബിരിയാണിക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരുടെയും എങ്ങനെയെന്ന് അറിയില്ലല്ലോ, പലർക്കും പല രീതിയിലല്ലേ പിന്നെ ടേസ്റ്റും അതേപോലെ എന്താ നല്ലതാണെന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യാം. അരി തിളപ്പിച്ച് ഊറ്റി വെക്കുമ്പോൾ ആ ഒരു ചോറിന് എന്താ പറയുക നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ തിളച്ച വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളയല്ലേ. അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ ബാഡ് കമൻ്റ് ഒന്നും ഇടരുത്. പിന്നെ ഞാൻ ഇതേപോലെ ചോറുണ്ടാക്കി കൊടുത്തിട്ട് ആരും ഇതുവരെ മോശമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ചോറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടേനി, അങ്ങനെ തന്നെയാണ് കേട്ടോ പറയാറ്. പിന്നെ അതേപോലെ നമ്മൾ വറ്റിച്ച് ചോറുണ്ടാക്കുമല്ലോ, അത് ഞാൻ ചിലപ്പോൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് വെക്കുമ്പോൾ അങ്ങനെ പരീക്ഷണം നടത്തും. അപ്പോൾ ഇവിടെ ഉപ്പാക്കും ബാബുവിനൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ. ഒരു പറയും ഈ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അരി തിളപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. അതിക്ക് പിന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, എന്നാലും അതൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു വെള്ളത്തിൽ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം തിളച്ചപ്പം അരിയൊക്കെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യുമ്മ മുറിയായതുകൊണ്ട് ചിഞ്ചുമോളാണ് കേട്ടോ അരിയൊക്കെ കഴുകി തന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തിളച്ച വെള്ളത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അരി കട്ട കെട്ടും. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണെങ്കിലും അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ അവരോട് ഇളക്കാൻ പറയണം കേട്ടോ. അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടാവും വേവാതെ കിടക്കണം. അപ്പോഴും അരി നന്നായിട്ട് കിട്ടൂല. അരിയല്ല, ബിരിയാണീൻ്റെ ചോറ് നല്ല രീതിയിൽ കിട്ടൂല. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് പിന്നെ അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു. അതേപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ അരിഞ്ഞത് കുറേശ്ശെ ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന്, അതൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ പറയുന്നതും കാണിക്കുന്നതുമാണ്. പിന്നെ എന്താ ഞാൻ ക്യാമറ ഓണാക്കി വെക്കും. പക്ഷേ എന്തൊക്കെയിൽ പെട്ടിക്കണുള്ളതെന്നൊന്നും അപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല കേട്ടോ. നമുക്ക് ശ്രദ്ധ മുഴുവൻ അതുമ്മക്ക് കാര്യം അരി പിന്നെ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരി വേവും. അരി വേവേറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചോറ് ശരിക്ക് നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ കിട്ടൂല. അപ്പോൾ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേ കാരട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറമ്മക്ക് അങ്ങനെ നോക്കുകയൊന്നുമില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലതൊന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട്. നമ്മൾ ഉള്ളരി ഉണ്ടാവുമല്ലോ, ഉള്ളരി വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഊറ്റണം കേട്ടോ. അപ്പം ഉമ്മയും ചിഞ്ചുമോളും ചോറൊക്കെ ഊറ്റിയിടുന്നുണ്ട്. പിന്നെ ഞാനിതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗ്യാസുമ്മ പോയി വറുത്ത് കൊണ്ടുവന്നൊക്കെയാണ് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ നെയ്യ് ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇന്നുണ്ടാക്കിയ ബിരിയാണിക്ക് നല്ല നെയ്യ് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഡാൽഡ ചേർത്തിട്ടുണ്ട്, സൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, ഒക്കെ മിക്സ്ഡ് ആണ് കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കിയത് ഒന്ന് ഡാൽഡിയിലാണ്, 100 ഗ്രാം പിന്നെ ഡാൽഡ എടുത്തിട്ടാണ് മസാല ഉണ്ടാക്കിയത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ നമ്മളൊരു പഴയ കാറ്ററിംഗ് വീഡിയോയിൽ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഇന്നലെ അല്ല 2-3 ദിവസമായി കണ്ടിട്ട്. പിന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിൽ വെച്ചിട്ടൊന്നുമില്ല, ഒന്നുമല്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ കാറ്ററിങ് തുടങ്ങിയത്, ആരാണ് നിങ്ങളോട് ഇത് തുടങ്ങാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് ആരും തുടങ്ങാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയതാണ്. എങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടോ. അപ്പോൾ നമ്മളെ ഐഫക്കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരു സഹവാസ ക്യാമ്പ് ഉണ്ടായിന്. അപ്പോൾ സ്കൂളത്തെ ടീച്ചർമാർ എന്നോട് പറഞ്ഞ്
അവർക്ക് സ്കൂൾക്ക് ഫുഡ് വേണം, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല, എന്നോട് അറിയാം എനിക്ക് കഴിയൂല, വെറുതെ ഏൽക്കാൻ നിൽക്കണ്ടെന്ന് പറയും. കാരണം ഞാൻ അതിൻ്റെ മുന്നേ ചോദിച്ചിട്ടുണ്ടേന്, നമുക്കിങ്ങനെ കാറ്ററിങ് തുടങ്ങല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന്. അപ്പോൾ എന്നോട് പറഞ്ഞിന് വെറുതെ എനിക്ക് കഴിയാത്ത പണിക്ക് നിൽക്കണ്ട, അതൊന്നും കഴിയൂല അങ്ങനെ പറഞ്ഞിന് എന്നോട്. അപ്പോൾ ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല കേട്ടോ ബാബുവിനോട്. അപ്പോൾ ടീച്ചർമാർ എന്നോട് പറഞ്ഞ് അവർക്ക് രാവിലെ പാലപ്പം വേണം, അതേപോലെ വൈകുന്നേരം ചപ്പാത്തി, ഉച്ചക്ക് ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിൽ ബാബുവിനോട് പറഞ്ഞിങ്ങനെ സ്കൂൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയി ഉണ്ടാക്കലൊന്നും നടക്കൂല, എനിക്ക് കഴിയുമോ, എന്താണ് ഫുഡ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 150 പാലപ്പം, 80 ചപ്പാത്തി, അതേപോലെ 7 കിലോ ബിരിയാണിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് ഏറ്റിക്കണം, ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കഴിയുമെങ്കിൽ ഉണ്ടാക്കിക്കോന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് കാറ്ററിങ് തുടങ്ങിയത്. ആ ഫുഡാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ, ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടേനി. അന്ന് ഞാൻ ആ ഒരു ഫുഡ് ആരും സഹായവും ഇല്ലാതെ ഒറ്റക്കാണ് ഞാനത് മുഴുവൻ ചെയ്തത്. അന്ന് ബാബുവിന് പണി ഉണ്ടായതുകൊണ്ട് ബാബുവിൻ്റെ ഹെൽപ്പും കൂടെ അല്ലേനി. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടേനി, പക്ഷേ ഇതേപോലെ കൂടെ നിൽക്കാനൊന്നും ഇല്ലേനി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളേനി അന്ന്. അപ്പോൾ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് കണ്ടപ്പോഴാണ് ഇതേപോലെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ എന്നോട് പറയും ഏറ്റവും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഞാനും കൂടി തരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഓരോ ഓർഡറും സ്വീകരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു. അപ്പോൾ ആരും ഇതുവരെ ഫുഡിന് കുറ്റവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അതേപോലെ ഫുഡ് കൊണ്ടുപോയാൽ തികയാത്ത പ്രശ്നം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ നല്ലോണം ഉണ്ടായിനി, നല്ല ബർക്കത്തുള്ള ചോറേനി, അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ ആവട്ടെ. അപ്പോൾ ഞാൻ കുറേ മുന്നേ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിനി എനിക്ക് ഇതേപോലെ സ്വന്തമായിട്ട് വരുമാനം വേണം, അതേപോലെ കാറ്ററിങ് ചെയ്യാൻ, ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്നും പടച്ചവനോട് പറയും എനിക്ക് എൻ്റേതായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൈസ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കലുണ്ട് പടച്ചവനോട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാർത്ഥന പടച്ചവൻ കേട്ടിട്ടാവും ഈ ഒരു മേഖലയ്ക്ക് എന്നെ കൊണ്ടുവന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം കാര്യമൊക്കെ വേണം. അപ്പോൾ അതൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇപ്പോൾ തുല്യത +2 പഠിക്കാൻ പോകുന്നുണ്ട്. എക്സാമാണ് കേട്ടോ ഇനി മെയ്യിൽ. അപ്പോൾ ഞായറാഴ്ച ഇന്നിപ്പോൾ ക്ലാസ്സുള്ള ദിവസമാണ്, ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. കാരണം നല്ല തലവേദനയും കാര്യമൊക്കെ ഉണ്ടായിന്. പിന്നെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ അതൊക്കെ പോയി കഴിഞ്ഞ് വന്ന് പിന്നെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കലൊന്നും ചിലപ്പോൾ നടക്കില്ല. ഇതൊക്കെ നമുക്ക് എപ്പോഴേലും കിട്ടണതല്ലേ. പിന്നെ ക്ലാസ്സിന് ഞാൻ പോയിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ക്ലാസ് കേൾക്കും. അതേപോലെ എനിക്ക് ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ നോട്ട് ഞാൻ നല്ലോണം വായിക്കാനും ഒക്കെ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും +2 പാസ്സാകാനും നോക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കും പറ്റും. കുറേ കൂട്ടുകാർ കാറ്ററിങ് തുടങ്ങാൻ എങ്ങനെ തുടങ്ങുമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഡേറ്റും സമയമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടില്ല. നമുക്ക് മനസ്സിലാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളതിലേക്ക് എത്തിപ്പെടും. നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും അവസരങ്ങൾ തേടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ കുറേ കൂട്ടുകാർ ചെയ്തവരും ഉണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ കൂട്ടുകാർ കാറ്ററിങ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതേപോലെ പള്ളിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് 30 ആൾക്ക് ഉണ്ടാക്കി കൊടുത്ത് 25 ആൾക്ക് ഉണ്ടാക്കി കൊടുത്ത് ഒക്കെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് അതിനൊക്കെ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയതെന്നൊക്കെ കമൻറ്റിലൊക്കെ പറയലുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി അതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമാനം ആഗ്രഹിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ ചെയ്തോളി, എന്തായാലും നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തും ഉണ്ടാവും. അത് മനസ്സറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ജോലിയിൽ നമുക്ക് ബർക്കത്തും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചിലവാക്കാൻ നമ്മളെ കയ്യിലുണ്ടാവുമ്പം നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് മനസ്സിലാവുക. ഞാൻ വർത്താനം പറഞ്ഞ് ഏതായാലും നമ്മളെ ചോറൊക്കെ ദം ചെയ്തെടുത്ത് അതേപോലെ തന്നെ അതിലേക്കുള്ള അച്ചാറും തൈരും ഒക്കെ ഞാൻ ഉണ്ടാക്കി പാത്രത്തിലാക്കി വെച്ച് പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫുഡ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ റെഡിയായി അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പം ഉണ്ടായില്ല. പിന്നെ 35 പ്ലേറ്റും 35 ഗ്ലാസും അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡൊക്കെ കൊണ്ടുപോയി പിന്നെ ഒരു രാത്രി തന്നെ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നല്ല ചോറാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ നമ്മളെ കാറ്ററിംഗ് റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.